ഒരു ദിവസം 5 ലക്ഷം അനായാസമായി നിർവഹിക്കാൻ അവരെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം സമൂഹമെന്ന നിലക്ക് നമ്മൾ ഏറ്റെടുക്കണം. ഒരു ദിവസം 4 ലക്ഷത്തിലേറെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യ മാറിക്കഴിഞ്ഞു. മരണസംഖ്യയും അതിനാനുപാതികമായി വർദ്ധിച്ചു. കേരളത്തിൽ നിലവിൽ 3 ലക്ഷത്തിലധികം ആക്റ്റീവ് കേസുകളുണ്ട്. ഇന്നലെയുള്ള കണക്കുകളനുസരിച്ച് എറണാകുളം ജില്ലയിൽ മാത്രം 50,000-ലധികം ആളുകൾ ചികിത്സയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 41,000-ലധികവും, മലപ്പുറത്ത് 31,000-ന് മുകളിൽ ആളുകൾ ചികിത്സയിൽ കഴിയുകയാണ്. ഒരു ജില്ലയിൽ മാത്രം 50,000 കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഈ സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ നാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ വാർ റൂമുകൾ, DPMSU, ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, CFLTCകൾ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിലവിലുള്ള രോഗികളിൽ 90% ആളുകളും ഗുരുതരമായ ലക്ഷണങ്ങളോ ആശുപത്രി ചികിത്സയോ ആവശ്യമില്ലാത്തതിനാൽ വീട്ടിൽ തന്നെയോ ഡൊമിസിലറി കെയർ സെൻ്ററുകളിലോ ഐസൊലേഷനിൽ കഴിയുകയാണ്. അതിനാൽ ഈ ഘട്ടത്തിൽ വാർഡ് സമിതികൾ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. വാർഡ് മെമ്പർമാരുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന വാർഡ് സമിതികൾ അതാത് വാർഡുകളിൽ വീടുകളിൽ കഴിയുന്ന രോഗികളുടെ വിവരങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതോടൊപ്പം അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും വേണം. വാർഡ് മെമ്പറുടെ ഫോൺ നമ്പർ എല്ലാ രോഗികളുടെയും കൈവശമുണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ജനകീയമായ പ്രതിരോധ മാർഗത്തെ കൂടുതൽ ശക്തവും ഫലപ്രദവുമാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. സ്വകാര്യ ലാബുകളിലെ RT-PCR ടെസ്റ്റിന്റെ നിരക്ക് 1,700 രൂപയിൽ നിന്നും 500 രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചതിനെ തുടർന്ന് ചില ലാബുകൾ ടെസ്റ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിശദമായ ഒരു പഠനത്തിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് എന്ന് മനസ്സിലാക്കണം. വിപണി നിരക്കിനെ അടിസ്ഥാനമാക്കി ഈ ടെസ്റ്റിനാവശ്യമായ സംവിധാനങ്ങൾക്ക് വരുന്ന ചെലവ് 240 രൂപയോളമാണ്. ടെസ്റ്റ് നടത്താൻ ആവശ്യമായ മനുഷ്യവിഭവം കൂടെ
കണക്കിലെടുത്താണ് 500 രൂപയായി നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇക്കാര്യം സമാനമായ രീതിയിലാണ് നടപ്പിലാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ RT-PCR ടെസ്റ്റ് ചെയ്യില്ല എന്ന നിലപാട് ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ലാബ് ഉണ്ടാവുക, ലാബിൽ സൗകര്യങ്ങൾ ഉണ്ടാവുക, പിന്നെ അവരവരുടെ ഇഷ്ടാനുസരണത്തിനനുസരിച്ച് ടെസ്റ്റ് നടത്തുക എന്നത് വിട്ടുകൊടുക്കാനാവില്ല. രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ അത്തരമൊരു നിഷേധാത്മക നിലപാട് ആരും സ്വീകരിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഏറ്റവും ആരോഗ്യകരമായ ഒരു വസ്തുത, ഭൂരിപക്ഷം സ്ഥാപനങ്ങളും ഇതുമായി പൂർണ്ണമായും സഹകരിക്കുന്നു എന്നത് തന്നെയാണ്. സഹകരിക്കാത്ത ചെറിയൊരു ന്യൂനപക്ഷം അവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സർക്കാർ അതാണ് ആഗ്രഹിക്കുന്നത്. ടെസ്റ്റ് നടത്തുന്നതിൽ വിമുഖത കാണിക്കുന്നത് ഒരു തരത്തിലും സർക്കാരിന് അംഗീകരിക്കാൻ സാധിക്കില്ല. RT-PCRന് പകരം ചെലവ് കൂടുതലുള്ള ട്രൂനാറ്റ് ടെസ്റ്റ് നടത്താൻ പ്രേരിപ്പിക്കുന്നെന്ന വാർത്തയും വന്നു. ഇത് ഒരു അസാധാരണ സാഹചര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഈ സാഹചര്യം എല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യം ലാഭം ഉണ്ടാക്കാനുള്ള സന്ദർഭമല്ല എന്നതാണ്. സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ ടെസ്റ്റ് നടത്താൻ എല്ലാവരും തയ്യാറാവും. വിസമ്മതിക്കുന്നവർക്കെതിരെ വീണ്ടും വിസമ്മതം തുടരുകയാണ്. ആവശ്യമായ നിയമ നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. ജില്ലകളിലെ സ്ഥിതി പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് 37 ഡൊമിസിലറി കെയർ സെന്ററുകളും 17 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും 16 കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. ഡൊമിസിലറി കെയർ സെന്ററുകളിൽ 2010 CFLTCകളിൽ 1851, CSLTCകളിൽ 1171 കിടക്കകൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ കോവിഡ് രോഗികൾക്ക് മാത്രമായി 5032 കിടക്കകൾ സജ്ജമായി. കൊല്ലത്ത് രോഗബാധ കൂടുതലുള്ള പ്രദേശങ്ങളിലും ആൾക്കൂട്ട സാധ്യതാ മേഖലകളിലും കോവിഡ് മാനദണ്ഡ പാലനത്തിന് വനിതാ പോലീസിന്റെ പെട്രോളിംഗ് ആരംഭിച്ചു. ഹാർബറുകൾക്കും അനുബന്ധ ലേല ഹോളുകൾക്കും മെയ് 8 വരെ നൽകിയിരുന്ന പ്രവർത്തനാനുമതി കോവിഡ് വ്യാപനം മുൻനിർത്തി റദ്ദ് ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ടമെന്ന നിലയിൽ 1.5 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു. ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ അതിന്റെ സ്ഥിരമായ ലഭ്യത ഉറപ്പുവരുത്താനുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി യോഗ സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്ത് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. ഒരു മിനിറ്റിൽ 200 ലിറ്റർ ഓക്സിജൻ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റ് ആയിരിക്കും. ആലപ്പുഴ ജില്ലയിൽ
സർക്കാർ ആശുപത്രികളിലാകെ 1074 ഓക്സിജൻ സിലിണ്ടറുകൾ ലഭ്യമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രയാജ് കേന്ദ്രങ്ങളിൽ കോവിഡ് രോഗിയെ പ്രവേശിപ്പിച്ച ആരോഗ്യനില കൃത്യമായി വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും 10 ജീവനക്കാരെ കൂടി ഇന്നലെ നിയോഗിച്ചു. സ്കൂൾ അധ്യാപകരായ 780 ജീവനക്കാരെയാണ് ഇന്നലെ മാത്രം നിയോഗിച്ചത്. കോട്ടയം ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ 37 തദ്ദേശ സ്ഥാപനങ്ങളിലെ നിരോധനാജ്ഞയും അധിക നിയന്ത്രണങ്ങളും നിലവിലുണ്ട്. എറണാകുളം ജില്ലയിലെ 57 പഞ്ചായത്തുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% കടന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റുകളിൽ പകുതി അടച്ചിടും. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ നിയന്ത്രണം കൂടുതൽ കർശനമായി നടപ്പാക്കും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ നാളെ നടക്കുന്ന വോട്ടെണ്ണലിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ 11 അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പോലീസിനെ സഹായിക്കുന്നതിനായി അധ്യാപകരെ നിയോഗിച്ചു. കോവിഡ്-19 ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യാത്രാ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യാതെ വരുന്നവരെ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നതിനുമാണ് അധ്യാപകരെ നിയോഗിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഇക്ര ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ കോവിഡ് ചികിത്സാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. 50 ബെഡ് കാസർഗോഡ്, മഞ്ചേശ്വരം, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖേന ക്രമീകരണമുണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖേന ക്രമീകരണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലീസ് കൂടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ RPF-ന്റെ സഹായവും ഉണ്ടാകും. ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഉണ്ടാവുക. വാക്സിനേഷൻ സെന്ററുകൾ രോഗം പകർത്താനുള്ള കേന്ദ്രങ്ങളായി മാറുന്നത്. രണ്ടാമത്തെ ഡോസിന് സമയമാകുന്നവരുടെ ലിസ്റ്റ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ മാനേജർമാർ പ്രസിദ്ധീകരിക്കുകയും അവരെ
നേരിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്യും. അങ്ങനെ സമയം അറിയിക്കുമ്പോൾ മാത്രമേ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ചെല്ലാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഡോസ് കിട്ടില്ലെന്ന പരിഭ്രാന്തി ആർക്കും ഉണ്ടാകേണ്ടതില്ല. 18 വയസ്സിന് ശേഷമുള്ളവർക്കുള്ള വാക്സിനേഷൻ അല്പ ദിവസങ്ങൾ കൂടെ വൈകുന്നതായി വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നും വാക്സിൻ വാങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നാളെ മുതൽ നൽകാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കി വാക്സിൻ കേന്ദ്രങ്ങളിൽ തിരക്കുണ്ടാകാതെ നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ 18 വയസ്സിന് മുകളിലുള്ളവരെ വാക്സിനേറ്റ് ചെയ്യണമെങ്കിൽ 93 കോടിയിലധികം ആളുകൾക്ക് വാക്സിൻ നൽകേണ്ടതായി വരും. 45 വയസ്സിന് മുകളിലുള്ളത് 30 കോടി ആളുകളാണ്. അതിൽ 12,95,00,000 ആളുകൾക്കാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ വാക്സിൻ ലഭ്യമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ മെയ് 30-നുള്ളിൽ 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിനാവശ്യമായ വാക്സിൻ നമുക്കിതേവരെ ലഭിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെ നൽകിയ രണ്ടാമത്തെ ഡോസ് കൂടി കണക്കിലെടുത്താൽ 74 ലക്ഷത്തിൽ പരം വാക്സിൻ നൽകി കഴിഞ്ഞു. മെയ് 30-നുള്ളിൽ തീർക്കാൻ ലക്ഷ്യമിട്ടതിന്റെ 50% പോലും ആയിട്ടില്ല. അതിനാൽ കൂടുതൽ വാക്സിൻ ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉടനടി ഉണ്ടാകേണ്ടതുണ്ട്. ഡബിൾ മാസ്കിങ്ങിന്റെ കാര്യം, അതിന്റെ പ്രാധാന്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. മാസ്ക് ധരിക്കുക എന്ന സർജിക്കൽ മാസ്കിന് മുകളിൽ തുണി മാസ്ക് ധരിക്കുകയാണ് വേണ്ടത്. ഓക്സിജൻ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ നടത്തുന്ന സന്ദേശങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു. അതെല്ലാം തീർത്തും അടിസ്ഥാനരഹിതവും അപകടം വിളിച്ചു വരുത്തുന്നതുമാണ്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ വ്യാജ പ്രചരണങ്ങൾ ആരും തന്നെ പ്രചരിപ്പിക്കരുത്. അതിലാരും കുടുങ്ങുകയും ചെയ്യും. 50% ബെഡുകൾ കോവിഡ് ചികിത്സക്കായി മാറ്റിവെക്കാൻ സ്വകാര്യ ആശുപത്രികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരമാവധി സ്വകാര്യ ആശുപത്രികളെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാസ്ക് ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ്. അതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് 100 ആശുപത്രികളായിരുന്നെങ്കിൽ ഇപ്പോൾ 150 ആശുപത്രികളെ കാസ്കിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആശുപത്രികൾ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നേടുന്ന കൂടുതൽ ആളുകളുടെ ചികിത്സാ ചെലവ് സർക്കാരിന് വഹിക്കാൻ സാധിക്കും. 2020 ജൂണിലാണ് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി രൂപീകരിച്ചത്. അതിന് കീഴിലാണ്
ഇപ്പോൾ കാസ്ക് പ്രവർത്തിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു ആശുപത്രിക്ക് പോലും കാസ്ക് മുഖാന്തരം ലഭിക്കേണ്ട തുകയിൽ മുടക്കം വരുത്താതെ സർക്കാർ നോക്കിയിട്ടുണ്ട്. ഏകദേശം 80 കോടി രൂപയുടെ ചികിത്സ ഇതിനകം നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആശുപത്രികൾ ആശങ്ക കൂടാതെ മുൻപോട്ട് വന്നു സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റിയിൽ എംപാനൽ ചെയ്ത് കാസ്ക് പദ്ധതിയുടെ ഗുണഫലം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈ എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലെ കോവിഡ് വ്യാപനം തടയുന്നതിന് വീട്ടമ്മമാരുടെയും സ്ത്രീകളുടെയും സേവനം വിനിയോഗിക്കും. ജില്ലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ പോലീസ് സ്റ്റേഷനുകൾ, വനിതാ സെൽ എന്നിവിടങ്ങളിലുള്ളവരുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കും. വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും കോവിഡ് അവബോധന ക്ലാസുകൾ നൽകും. ക്വാറന്റൈൻ ലംഘനങ്ങളും സർക്കാർ മാർഗനിർദ്ദേശത്തിന് ലംഘനങ്ങളും കണ്ടെത്തി പോലീസിനെ അറിയിക്കാൻ സ്ത്രീകളെ സജ്ജരാക്കാം. കോവിഡ് പോസിറ്റീവ് രോഗികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ വിശദീകരിച്ച് നൽകുന്നതിനും ഗ്രാമങ്ങളിലെ വീട്ടമ്മമാരുടെ സേവനം വിനിയോഗിക്കും. എത്ര വലിയ ആരാധനാലയങ്ങളിൽ പരമാവധി 50 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ചെറിയ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം അവയുടെ വലിപ്പമനുസരിച്ച് 50-ൽ താഴെയായി പരിമിതപ്പെടുത്തേണ്ടതാണ്. സാമൂഹ്യഅകലം പാലിക്കാത്ത തരത്തിൽ ആരാധനാലയങ്ങളിൽ വിശ്വാസികൾ കടക്കുന്നില്ലെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ഉറപ്പാക്കും. ഇതിനായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ആരാധനാലയങ്ങളിലെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. ഗുജറാത്തിലെ ബറൂച്ചിലെ പട്ടേൽ വെൽഫെയർ ആശുപത്രിയിൽ തീപിടുത്തം കാരണം 18 പേരുടെ ജീവനാണ് നഷ്ടമായത്. അത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. ഓക്സിജൻ കൂടിയ അളവിൽ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലാ ആശുപത്രികളിലെയും ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ കൃത്യമാണെന്ന്, പ്രവർത്തനക്ഷമമാണെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണം. ഫയർഫോഴ്സിന്റെ മേൽനോട്ടവും ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയേ തീരൂ. സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള കർശന നിയന്ത്രണങ്ങൾ നാളെയും ഇതേപോലെ തുടരും. അനാവശ്യമായി പുറത്തിറങ്ങാനോ അടഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടം കൂടാനോ പാടില്ല. വോട്ടെണ്ണൽ ദിനമായ നാളെ യാതൊരു വിധത്തിലുള്ള ആഘോഷ പ്രകടനങ്ങളും കൂടിച്ചേരലുകളും അനുവദിക്കില്ല. ഇത് നേരത്തെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി എടുത്ത തീരുമാനമാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി എല്ലായിടങ്ങളിലും വിജയിച്ചു വരുന്നവരും അതുമായി ബന്ധപ്പെട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒഴിവാക്കുക എന്നാണ് എല്ലാ കക്ഷികളും ഏകണ്ഠമായി അഭിപ്രായപ്പെട്ടത്. സർവകക്ഷി യോഗം അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആകെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടാൻ പാടില്ല.
അവരെ അവിടെ നിശ്ചിത ആളുകളല്ലാതെ മറ്റാരെയും അനുവദിക്കില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ചുമതലപ്പെട്ടവരുണ്ട്. ആ ചുമതലപ്പെട്ടവർ മാത്രമേ അവിടെ പോകേണ്ടതായിട്ടുള്ളൂ. മറ്റാരും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകാതിരിക്കുക എന്ന് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരുമ്പോൾ പ്രവർത്തിച്ച പ്രവർത്തകർക്കെല്ലാം അതേവരെ അടക്കിവെച്ച ആവേശം വലിയ തോതിൽ പ്രകടിപ്പിക്കാൻ സ്വാഭാവികമായും തോന്നും. എന്നാൽ നാം കാണേണ്ടത് ഇന്നത്തെ നാടിന്റെ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ്. മറ്റൊരു പ്രശ്നം, സാധാരണ എല്ലാവരും നമ്മുടെ സംസ്ഥാനത്ത് ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ജയിച്ച സ്ഥാനാർത്ഥികൾ പോകുന്ന പതിവുണ്ട്. ഇത് സാധാരണ പതിവാണെങ്കിൽ ഇത്തവണ ആ പതിവ് നമുക്ക് തുടരാൻ പറ്റില്ല. അത് സ്ഥാനാർത്ഥി നന്ദി പറയാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ കൂടുന്ന അവസ്ഥ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. നേരിട്ട് ചെന്നുള്ള നന്ദി പ്രകടനം തൽക്കാലം ഉപേക്ഷിക്കൽ മാത്രമേ മാർഗമുള്ളൂ. കോവിഡ് വ്യാപനത്തിന് ശമനം വന്നാൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാം. ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യാവുന്ന നടപടികൾ സ്വീകരിക്കാം. ആഹ്ലാദ പ്രകടനം നടത്താൻ വിജയിച്ചവർക്ക് ആഗ്രഹമുണ്ടാകുമെങ്കിലും ഇന്നത്തെ നാടിന്റെ അവസ്ഥ പരിഗണിച്ച് അതിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. കോവിഡ് പ്രതിരോധത്തിൽ സർവാത്മന പങ്കെടുക്കുന്നതിനും സഹകരിക്കുന്നതുമാണ് ഇന്നത്തെ ഘട്ടത്തിൽ ജനങ്ങളോടുള്ള യഥാർത്ഥ നന്ദി പ്രകടനം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത് കൃത്യമായി തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും ജനങ്ങൾക്ക് സാധിക്കും. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ സഹകരണവും ഉണ്ടാകും. കൂട്ടം ചേർന്നുള്ള പ്രതികരണമെടുക്കും കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കണം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 21,733 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹിക അകലം പാലിക്കാത്തതിന് 11,810 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 65,48,750 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കി. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം നല്ല രീതിയിൽ പ്രവഹിക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തയുടെ പ്രവാസി ഘടകമായ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ICF 5000 കോവിഡ് വാക്സിന് തുല്യമായ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള ബാങ്ക് 5 കോടി രൂപ, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ,
തൊഴിലുറപ്പ് കരാർ ജീവനക്കാരുടെ സംഘടനയായ NREG എംപ്ലോയീസ് യൂണിയൻ CIT സംസ്ഥാന കമ്മിറ്റി 12 ലക്ഷം രൂപ, പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ, അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം രൂപ, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, ചടയമംഗലം ബ്ലോക്ക് 10 ലക്ഷം, പൂവത്തുകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം, നാട്ടിക ഫർക്ക കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് 7 ലക്ഷം, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം, മേത്തല സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം, ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം, ആല സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം, കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം, വേമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം, ഉള്ളാട്ടിൽ അച്ചു 5 ലക്ഷം, എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് 3 ലക്ഷം, എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് 2 ലക്ഷം, കനഡയിലെ മലയാളിയുടെ സംഘടനയായ സമന്വയ കനഡ 4,25,000 രൂപ, MP നാരായണദാസ് മുതിയമ്പേരൂർ മുളന്തുരുത്തി 88 മോഡൽ ജീപ്പ് വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് എന്നിവർ 1,05,000 രൂപ, സർവീസ് പെൻഷനർ മുഹമ്മദ് പാലമ്പാടിയൻ 1 ലക്ഷം രൂപ, ആളൂർ സ്വദേശി അയനിക്കാടൻ രാമകൃഷ്ണൻ 1 ലക്ഷം, KSEB മുൻ ചെയർമാൻ TM മനോഹരൻ 1 ലക്ഷം, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PV സുരേന്ദ്രനാഥ് 1 ലക്ഷം, കോട്ടയം ദേവലോകം മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ആൻഡ് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം, കുര്യൻ തോമസ് കരിമ്പനത്തറ കോട്ടയം 1 ലക്ഷം, ചുമട്ടുതൊഴിലാളി യൂണിയൻ തൃക്കരിപ്പൂർ യൂണിറ്റ് 50,000, ചെങ്ങന്നൂരിലെ വാട്സപ്പ് കൂട്ടായ്മയായ എൻ്റെ ചെങ്ങന്നൂർ 55,555 രൂപ, തളിപ്പറമ്പ് ചിറവാക്ക് പുതിയ വീട്ടിൽ രമേശൻ ദുബായിൽ നിന്നും 50,000, കഴക്കൂട്ടം ആറ്റിൻകുഴി പുരുഷ സ്വയം സഹായ സംഘം 50,000, തിരുവനന്തപുരം വർക്കല പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ 50,000, കണ്ണൂർ CHM എളയാവൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ 39,000, ഡോക്ടർ വർഗീസ് പേരയിൽ കേരള കോൺഗ്രസ് M സാംസ്കാരിക വേദി 20,000, വിരമിച്ച ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ച് SI G ലാൽജി 25,000, ആളൂർ കൊമ്പടിഞ്ഞാമാക്കൽ സ്വദേശി തച്ചനാടൻ ചന്ദ്രൻ 20,000, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടുത്തുരുത്തി 20,000, കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ ജീവനക്കാരൻ T സുരേന്ദ്രൻ 17,254 രൂപ, കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് 10,250 രൂപ, ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ 10,001 രൂപ, കേരള പരവർ സർവീസ് സൊസൈറ്റി വട്ടപ്ലാമൂട് ശാഖ 10,000 രൂപ, കരുനാഗപ്പള്ളി ഹരിതകർമ്മ സേനാംഗങ്ങൾ 15,000 രൂപ, PVK കടമ്പേരിയുടെ ചെറുമക്കളായ ആദിഷും ആര്യയും തങ്ങൾക്ക് വിഷുക്കൈ നീട്ടം കിട്ടിയ തുക 2,030 രൂപ, പാലക്കാട് തൃങ്ങാലി സ്വദേശിയായ ബാലസംഘം കൂട്ടുകാരൻ നിനവ് DR 3,000 രൂപ, മാളപ്പള്ളിപ്പുറം ചെമ്മാശ്ശേരി ജിനോ 2,624 രൂപ. കോവിഡ് പ്രതിരോധത്തിനായി എല്ലാ മാധ്യമങ്ങളും സർക്കാരിന് വലിയ സഹകരണമാണ് നൽകിയിട്ടുള്ളത്. ആ സഹകരണത്തിന് ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആ സഹകരണം തുടർന്നും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ.
കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ പ്രധാനമായും വേണ്ടത് ആവശ്യമായ വാക്സിൻ തരിക എന്നുള്ളതാണ്. ഇപ്പോൾ വാക്സിൻ കാര്യത്തിൽ എന്തോ ചെറിയൊരു വിഷമസ്ഥിതി ഇപ്പോൾ നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. വാക്സിൻ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് മുഴുവനായി സമാഹരിച്ച് നൽകുന്നതിൻ്റെ നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പെട്ടെന്ന് തന്നെ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴുള്ള ഈ വിഷമം ആ രീതിയിൽ പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതിപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് പ്രായോഗികമായി എത്തിക്കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ആലോചനകൾ നേരത്തെ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രാവർത്തികമാകണമെങ്കിൽ ഇനിയും ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ആ സാങ്കേതിക കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം പറയുന്നതായിരിക്കും നന്നാവുക. ഏതായാലും അത്തരത്തിലുള്ള വാക്സിൻ ലഭ്യമാകാൻ ഉള്ള സാധ്യത, അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൻ്റെ പുറകിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോഴുണ്ട്. ഇന്ന് അവലോകന യോഗമില്ല. നീ അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുക മാത്രമേ ചെയ്യൂ. ഏതാ അല്ല, സാധാരണ നിലക്ക് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കുമെന്ന് നമ്മൾ കാണുകയും വേണം. അങ്ങനെ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മറ്റ് കരുതൽ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ എല്ലാ കരുതൽ നടപടികളും സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ബെഡ് വേണ്ടി വരും, ICU ബെഡുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടി വരും, ഓക്സിജൻ ബെഡുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടി വരും, വെന്റിലേറ്ററുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കാൻ തന്നെയാണ് സർക്കാർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാകെ ഇപ്പോൾ നമ്മൾ വിളിച്ചു പറയേണ്ടതില്ലല്ലോ. കാര്യങ്ങൾ ഓരോ തലത്തിലും അതുമായി ബന്ധപ്പെട്ട് എത്ര കണ്ടാണ് സാധ്യത എന്ന് നോക്കിക്കൊണ്ട് അതിനെ നേരിടാൻ ആവശ്യമായ, പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു പരിഭ്രാന്തിയും ഉണ്ടാകേണ്ടതില്ല. സാധാരണ നിലക്ക് കോവിഡ് പോസിറ്റീവായി എന്ന് സ്വന്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ ആരും അത്തരമൊരു നടപടിക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിന് തയ്യാറാകാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപെടലുകളും പരിശോധനകളും ഉണ്ടാവുകയും ചെയ്യും. പല ലാബുകളും അത് അംഗീകരിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും ലാബുകൾ അടച്ചിട്ട് അവർ പൊതിച്ചിരിക്കുകയാണ്. അത് ഒട്ടും പോരാന്ന് സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നതായിട്ടുമാണ്. സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. അതൊക്കെ ഏതൊരു കൂട്ടർക്കും ആവശ്യപ്പെടാമല്ലോ. പക്ഷേ ഇന്ന് നാം നേരിടുന്നത് ഒരു മഹാമാരിയാണ്. ആ മഹാമാരിയെ നേരിടുമ്പോൾ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അത് പൂർണ്ണതോതിൽ നമുക്കുണ്ടാവണം. അതിലൊന്ന് ഈ എന്താണ് രോഗസ്ഥിതി എന്നറിയാനുള്ള ടെസ്റ്റിംഗ് സൗകര്യമാണ്. അപ്പോൾ ലാബുകൾ ഒരു വ്യക്തിയുടെയോ ഒരു സംഘത്തിൻ്റെയോ ആയാലും യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന് ധരിച്ചേക്കരുത്. അങ്ങനെ തീരുമാനിക്കാൻ വിടാനും കഴിയില്ല. ഇത് പൊതു ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വളരെ മിതമായ രീതിയിൽ പറഞ്ഞത് അതുമായി നിങ്ങൾ സഹകരിക്കണമെന്ന്. ഇപ്പോൾ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ തോന്നി സഹകരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ
അവർ സഹകരിക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. അല്ല, സഹകരിക്കാതിരിക്കുന്ന നില പൂർണ്ണമായിട്ട് പോവുകയാണെങ്കിൽ ആ ലാബ് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ നിർബന്ധിതമാകും. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. നിർമ്മാണ മേഖലയ്ക്ക് ഇപ്പോൾ നിർമ്മാണ മേഖലയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പക്ഷേ ചെയ്യേണ്ട കാര്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റില്ല. എവിടെയാണോ ജോലി ചെയ്യുന്നവർ എത്തേണ്ടത് അവിടെ ജോലി ചെയ്താൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ടാവണം. ആ സൗകര്യങ്ങൾ അവർ പൂർണ്ണമായിട്ട് ലഭ്യമാക്കണം. അങ്ങനെ നിർമ്മാണ മേഖലയ്ക്ക് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എണ്ണൽ കഴിഞ്ഞിട്ട് നാളെ നമ്മൾ കാണൂല, പക്ഷെ നിങ്ങളെ കൂട്ടറെ ഞാൻ ഇവിടുന്ന് കാണും. മറ്റന്നാൾ നമ്മൾക്ക് എങ്ങനെ വേണമെന്ന് നമുക്ക് ആലോചിക്കാം. അത് മറ്റന്നാളത്തെ കാര്യമല്ലേ, അത് പിന്നെ ആലോചിക്കാം. ഈ നാളത്തെ കാര്യം നിങ്ങൾ ഇങ്ങനെ കാണലായിരിക്കും. അത് നിങ്ങളെ സഹകരണം വേണമെന്നല്ലേ അഭ്യർത്ഥിച്ചത്. അത് നിങ്ങൾ നൽകേണ്ടതല്ലേ. നിങ്ങൾ ഇതേവരെ നല്ല കാര്യം ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് കോവിഡിന്റെ കാര്യത്തിൽ. അതുണ്ടാവണം. ഓ, കേട്ടില്ല. എങ്ങനെ? അതിലൊന്നും വേറെ സംശയമില്ലല്ലോ. അത് നാളത്തെ എണ്ണലിന്റെ ശേഷം നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നൊരു പൂരയല്ലേ. ഏതായാലും നാളെ എണ്ണൽ പൂർത്തിയാവട്ടെ. നമുക്ക് പിന്നെയും മറ്റന്നാളും ഒക്കെ കാണാമല്ലോ. അതിന് പ്രശ്നമൊന്നും വരില്ല. ശരി, അപ്പോൾ ഇപ്പോൾ നമുക്ക് നിർത്താം. അത് നിങ്ങളെ ഇടയിൽ ധാരാളം ഭാവനാസമ്പന്നരായ ആളുകളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതിനു മുമ്പിൽ ഒരുപാട് അങ്ങനെ ഭാവനാസമ്പന്നർ രംഗത്ത് വന്നു. ഇപ്പോൾ ഇതിലും ഇരിക്കട്ടെ എന്ന് വെച്ചതാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് യാതൊന്നും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ആലോചിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ മാത്രമേ ആലോചിക്കൂ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ശരി. കൊടുവള്ളിയിലെ തൗഫീഖിന്റെ സെന്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വളരെ നല്ല കളക്ഷൻസ് കാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വലിയ